സത്യം പറഞ്ഞാൽ ലജ്ജാവതി എന്ന് പറയുന്ന പാട്ട് ജാസി ഗിഫ്റ്റ് മ്യൂസിക് ചെയ്തിട്ട് ദാസേട്ടനെ കൊണ്ട് പാടിക്കാനിരുന്ന. പക്ഷേ എന്താ സിനിമ പകുതിയായി സിനിമ ഫീൽഡ് എന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. എനിക്ക് പേടി തോന്നി സിനിമ ഫീൽഡ്. അത്രയ്ക്ക് ഭീകരമായാലും പടം ക്ലിക്കായില്ല. പക്ഷെ അതിനകത്തൊരു സോങ് ഉണ്ടായിരുന്നു ദാസേട്ടൻ പാടിയ സ്നേഹത്തുമ്പി എന്ന് പറഞ്ഞു, ജാസി ഗിഫ്റ്റ് മ്യൂസിക് ചെയ്തതാണ്. എനിക്ക് തോന്നുന്ന ലജ്ജാവതിയെ കഴിഞ്ഞും ഭയങ്കര ക്ലിക്കായി ഭയങ്കര ഹിറ്റായ ഒരു സോങ്ങാണ് സ്നേഹത്തുമ്പി വരില്ലേ കൂടെ എന്ന് പറഞ്ഞു. അതിനകത്ത് ആ പാട്ട് സീൻ അഭിനയിച്ചത് എൻ്റെ 2 പിള്ളേരാകാൻ. ഏതോ ജന്മത്തിൻ കടങ്ങൾ തീർക്കാനായി നീ വന്നു, ഇന്നാത്മാവിൽ തുളുമ്പുമാശ്വാസം നീ മാത്രം. സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ, കരയാതെന്നാരോമൽ തുമ്പി. നമസ്കാരം, ഉദയൻ കലാനികേതനാണ്. എന്നും വ്യത്യസ്തരായ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന കലാനികേതൻ്റെ യാത്രയിൽ ഇന്ന് ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുന്നത് കലയോടും കലാപ്രസ്ഥാനത്തിനോടും ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും പങ്കുവച്ച നടനും നിർമ്മാതാവും സംവിധായകനും അതോടൊപ്പം പ്രവാസി കൂടിയായ ബഹുമാന്യനായ പൂജ ആന്റണി മേത്തയാണ്. നിറഞ്ഞ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഇത്രയും വലിയൊരു പ്രതിഭയുടെ മുമ്പിൽ ഇങ്ങനെയൊരു അവസരം പ്രിയപ്പെട്ട പയ്യന്നൂർ മുരളിച്ചേട്ടൻ്റെ അനുഗ്രഹത്തോടുകൂടി നമുക്കൊരു സമയം ഇങ്ങനെ കിട്ടിയാൽ ആദ്യമേ നന്ദി പറയുന്നു ഈ അവസരത്തിൽ. സാർ നടനാണ്, അതോടൊപ്പം സിനിമാ നിർമ്മാതാവാണ്, സംവിധായകനാണ്, അതിലുപരി ഒരു പ്രവാസി കൂടിയാണ്. ഏകദേശം 50 വർഷത്തെ കലാസപര്യ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാനൊരു കല എന്ന് പറയുമ്പോൾ എനിക്ക് നാടകത്തിനോടായിരുന്നു ആദ്യം മുതലുള്ള ഒരു ഇഷ്ടം. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഒരു നാടക അഭിനയത്തിനോട് താല്പര്യം തോന്നി. അപ്പോൾ എൻ്റെ ഒരു മൂത്ത സഹോദരൻ എന്നെ ഇതിന് സപ്പോർട്ട് ചെയ്തു. ശരിക്കും വീട്ടിൽ നിന്ന് അതിന് അനുവാദമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോടുകൂടി എന്നെ അഭിനയിക്കാൻ അനുവദിച്ചു. അങ്ങനെ ഞാൻ ആദ്യമായി അഭിനയിക്കുന്നത് ഒരു സ്ത്രീ വേഷത്തിലാണ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അവിടുന്ന് പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം പല സ്റ്റേജുകളിൽ അഭിനയിക്കുകയും പിന്നെ പള്ളികളിലെ നാടകങ്ങളിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂട്ടുകാരുടെ സപ്പോർട്ട് നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ സമയത്ത് വായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലേക്കാണ് ഞാൻ വരുന്നത്. കാരണം പള്ളിയിലും സ്കൂളിലും ഒക്കെ അഭിനയിക്കാൻ വീട്ടിൽ വലിയ തടസ്സം നിന്നില്ല. അതിനുശേഷം കോളേജ് വിദ്യാഭ്യാസമായപ്പോൾ മത്സര നാടകങ്ങളിൽ അഭിനയിക്കണമെന്ന് തോന്നി. അങ്ങനെ മത്സര നാടകത്തിൽ പോയി അവാർഡുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ സ്റ്റേറ്റ് ലെവലിലൊക്കെ നമ്മൾ അഭിനയിക്കാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോഴാണ് ഒരു 2-3 വർഷത്തെ ഒരു വിദ്യാഭ്യാസ ബ്രേക്ക് വന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാനായിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 1-2 വർഷത്തെ അന്ന് 23-24 വയസ്സ്. അതെ. അപ്പോൾ അങ്ങനെ സ്പോൺസർ ചെയ്തിട്ടിരുന്നതുകൊണ്ട് പ്രത്യേകം ഒന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോഴാണ് ഈ നാടകം അഭിനയിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സഹോദരനും സുഹൃത്തുമായ RC ബാലൻ എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ ചേട്ടനുമായിട്ട് വളരെ സ്നേഹബന്ധത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു പള്ളിയിലെ നാടകം കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ആൻ്റണി എന്തുകൊണ്ട് നിനക്കൊരു പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിച്ചുകൂടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ വീട്ടിലെങ്ങും സമ്മതിക്കില്ല. ഒരു പ്രാവശ്യം എൻ്റെ ചേട്ടൻ അഭിനയിക്കാൻ പോയിട്ട് അമ്മ കാണാൻ പോയിട്ട് സ്റ്റേജിൽ നിന്നപ്പോൾ ഒരു സ്ത്രീയെ തൊട്ടു എന്നും പറഞ്ഞ് അന്നത്തോടുകൂടി അഭിനയം നിർത്തിച്ചത് എൻ്റെ ചേട്ടനെ. അപ്പോൾ കാലഘട്ടം അങ്ങനെയായിരുന്നു. എത്രയോ വർഷം, 45-50 വർഷത്തിന് മുമ്പുള്ള കഥയാണ് പറഞ്ഞത്. അപ്പോൾ അമ്മ പിന്നെ നാടകം എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഈ ചേട്ടനെ എൻ്റെ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞ് സുഹൃത്തുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. കാരണം ഈ ലൈറ്റ് വർക്കൊക്കെ ചെയ്യാൻ സ്കൂളിലെ എല്ലാ പരിപാടികൾക്കും പോകുന്ന ബാലനായിരുന്നു. അങ്ങനെ ചേട്ടനെ റെക്കമെൻഡ് ചെയ്ത് എന്നെ നാടക ഫീൽഡിലേക്ക്, പ്രൊഫഷണൽ നാടക ഫീൽഡിലേക്ക് ഇറക്കുകയാണ്. ഈ ബാലനാണ് ഇറക്കുന്നത് ആദ്യമായിട്ട്. വാഴക്കുളം സമരയാസിൻ്റെ ഒരു ചരിത്ര നാടകത്തിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1-2 കുറേ സ്റ്റേജുകൾ കഴിഞ്ഞപ്പോൾ ഏറ്റുമാനൂർ ഒരു നാടകം കളിക്കാൻ അവസരം കിട്ടി. അപ്പോൾ അവിടുത്തെ ഏറ്റുമാനൂർ സുരഭിലിയുടെ പ്രൊഡ്യൂസർ എന്നെയും ബാലനെയും കൂടി അവരുടെ സമിതിയിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ഏറ്റുമാനൂർ സുരഭിയിലേക്ക് മാറി. പ്രൊഫഷണൽ നാടക സമിതിയായിരുന്നു. ഏറ്റുമാനൂർ സുരഭിയിൽ 2 വർഷം കഴിഞ്ഞു. അപ്പോഴത്തേനും എനിക്ക് ഗ്രീൻ കാർഡ് കിട്ടി. ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ
അമേരിക്കയിൽ പോയേ പറ്റൂ. കാരണം വീട്ടിൽ നാടകം കളിച്ചുകൊണ്ടിരുന്ന സമ്മതിക്കില്ല. വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പോകേണ്ടി വന്നു തന്നെ പറയാം. അത് തന്നെയാണ് സത്യം. നമുക്ക് കലയോട് സ്നേഹം ഉണ്ടായിരുന്നു. എല്ലാവരും അമേരിക്കയിൽ പോകാമല്ലോ എന്ന് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട പോലെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എനിക്കുള്ള സ്വപ്നം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ വിസ കോൾ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ പറഞ്ഞു ആദ്യം ജീവിതം, അത് കഴിഞ്ഞിട്ട് നമുക്ക് കല തുടരാം എന്ന് പറഞ്ഞ അപ്പൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഞാൻ വിദേശത്തേക്ക് പോയി. ഈ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് എപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ എൻ്റെ കലാജീവിതം ഇവിടെ അവസാനിക്കുമോ എന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ടോ? അവസാനിക്കുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം അവസാനിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ പോകുമ്പോഴും എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എൻ്റെ ലക്ഷ്യത്തിൽ ആദ്യം ഈ പറഞ്ഞ അപ്പം പറഞ്ഞ ലക്ഷ്യം ആദ്യം കാലയിൽ നിൽക്കാൻ പഠിക്കുക, കാലയിൽ നിൽക്കുക, അതിനുശേഷം കല തുടങ്ങുക എന്നുള്ള ഒരു ഉപദേശം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കാലയിൽ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു ആദ്യം. അതിനുശേഷം ഇത് നിർത്താനൊന്നും, ഇത് തുടരണമെന്ന് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നതിനും തുടരുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ വിദേശത്ത് പോയി കുറേ കാലം ജോലി ചെയ്തു. അപ്പോഴും ഏറ്റുമാനൂർ സുരഭില എന്ന് പറയുന്ന നിർമ്മാതാവിന് നാടകം തുറന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചില സഹായങ്ങളൊക്കെ ചെയ്ത് തുടരാൻ സഹായിച്ചിട്ടുണ്ട്. എന്നാലും അത് കുറേ മുമ്പോട്ട് പോയില്ല. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ വിവാഹം കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. നാട്ടിൽ വരുന്നു, വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചതിന് ശേഷമാണ് നമുക്ക് സപ്പോർട്ടോടെ ആയല്ലോ. മാനസിക സപ്പോർട്ടും ഫിസിക്കൽ സപ്പോർട്ടും സാമ്പത്തിക സപ്പോർട്ടോടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഏതായാലും ഇറങ്ങിയിരിക്കുന്നില്ല, നാടകത്തിലേക്ക് തിരിയാം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ കേരളത്തിൽ വന്നൊരു പ്രാവശ്യം ഞങ്ങൾ നാടക സമിതി തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ അങ്കമാലി പൂജ എന്ന് പറഞ്ഞൊരു സമിതി തുടങ്ങുന്നത്. അങ്കമാലി എന്ന് പേരിടാൻ കാരണം ഞാൻ അങ്കമാലിക്കാരനായതുകൊണ്ടല്ല. ആ കാലഘട്ടത്തിലൊരു വിശ്വാസമായിരുന്നു അങ്കമാലിയിൽ നിന്ന് ഇറങ്ങുന്ന നാടക സമിതികളെല്ലാം വിജയം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അങ്കമാലി പൂജ എന്ന് പേരിട്ടത്. ഈ അങ്കമാലി പൂജ എന്ന പ്രൊഫഷണൽ നാടക സമിതിക്ക് സാർ രൂപം കൊടുക്കുമ്പോൾ സാറിൻ്റെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു പ്രതീക്ഷകൾ? ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ നല്ല നാടകങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുക, നല്ല തത്വങ്ങൾ അല്ലെങ്കിൽ നല്ല ആശയങ്ങൾ അല്ലെങ്കിൽ നല്ല ജീവിത മാർഗങ്ങൾ അല്ലെങ്കിൽ നല്ല 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 സന്ദേശങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വിടുക. കാരണം ഈ കല എന്ന് പറയുന്നത് എപ്പോഴും ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം മറ്റുള്ളവരെയും സ്വാധീനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല മെസ്സേജ് കൊടുക്കണം എന്ന് നിർബന്ധമായിരുന്നു. അതിനുള്ള സാമ്പത്തിക ലാഭങ്ങളൊന്നും ഒരിക്കലും നോക്കിയിട്ടില്ല. അങ്ങനെ നല്ല നാടകങ്ങൾ അമ്മൂമ്മക്കിളി, ദേശവിളക്ക്, മണിയറക്കള്ളൻ, അങ്ങനെ കുറച്ച് നല്ല നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുമുണ്ട്. ദേശീയ അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ ഒരു 2-3 സമിതി തുടങ്ങി 1-2 വർഷം കഴിഞ്ഞതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ പയ്യന്നൂർ മുരളി നമ്മുടെ സമിതിയിലേക്ക് എത്തുന്നത്. പിന്നെ അതിൻ്റെ ചിത്രം മാറി. കാരണം ഇപ്പോൾ പയ്യന്നൂർ മുരളി അത് ഏറ്റെടുക്കുകയും കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യവും, അപ്പോൾ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുക, അഭിനയിക്കുക എല്ലാം കൂടി വന്നപ്പോൾ നമുക്ക് ഒത്തിരി എളുപ്പമായി. സാറ് നാടകം എഴുതൂലായിരുന്നു? ഞാൻ ചെറുപ്പത്തിലൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു നാടകം എഴുതി, മെഴുകുതിരി എന്നും പറഞ്ഞ്. അതൊരു മത്സര നാടകം എഴുതിയതാണ്. ഞാൻ ചെല്ലുമ്പോൾ ജോസ്ഥാന എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റായിരുന്നു അവിടുത്തെ ബെസ്റ്റ് ആക്ടർ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് ചെല്ലുമ്പോൾ നമുക്കൊരാഗ്രഹമാണല്ലോ ഇങ്ങനെ അവിടുത്തെ ബെസ്റ്റ് ആക്ടർ ആവണം. പക്ഷേ ഇങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചു പോയെങ്കിലും സ്വന്തമായിട്ട് ഞാൻ നാടകം എഴുതിയ ചെല്ലുന്നത്. കാരണം അന്ന് അറിയാൻ പാടില്ല ഈ നമ്മുടെ അത്യുന്താധുനിക നാടകങ്ങൾ എഴുതുന്ന ആൾക്കാരുണ്ടെന്നും അതെഴുതി അഭിനയിച്ചാലേ അവാർഡുകൾ കിട്ടുമെന്നൊന്നും അന്ന് ആദ്യത്തെ വർഷം നമുക്ക് പിടികിട്ടിയില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് എഴുതിയൊരു നാടകം അത്, അതിൻ്റെ പേരാണ് മെഴുകുതിരി. അന്ന് അവാർഡൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അന്ന് ജോസ്ഥാന നല്ല ബെസ്റ്റ് ആക്ടറായിട്ടിരിക്കുന്ന സമയമാണ്. ഒരാൾ നിൽക്കുമ്പോൾ അടുത്ത ആൾ വരണമെങ്കിൽ ഇച്ചിരി പാടാണല്ലോ. അതിന് നെക്സ്റ്റ് ഇയർ തൊട്ടാണ് അദ്ദേഹം കോളേജ് തീർന്നു കഴിഞ്ഞ് പോയപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ നാടകം എഴുതി. പിന്നീട് എഴുതിയിട്ടില്ല. പിന്നീട് ആ വീരകൃത്യമൊന്നും ചെയ്തിട്ടില്ല. മാഡം നമസ്കാരം. സാറിൻ്റെ കലാജീവിതത്തിൽ എന്തൊക്കെ സപ്പോർട്ടാണ് മാഡം കൊടുക്കുന്നത്? അത് സാറിനോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. സാറ് പറയും, ബാക്കി മാഡം പറഞ്ഞോളൂ. സാറിനെ ഞങ്ങളെ കല്യാണം കഴിക്കാനായിട്ട് എൻ്റെ വീട്ടുകാരാണ് സാറിനെ ആദ്യം കണ്ടത്. അപ്പോഴേ എൻ്റെ അമ്മ, ഞാൻ കാണുന്നതിന് മുമ്പ് എൻ്റെ അമ്മ പറഞ്ഞു, നീ പേടിക്കേണ്ട, ഒരു നല്ല കലാകാരനാണ്, ഒരു മുഖമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം സാറ് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ അമേരിക്കയിലാണെങ്കിലും ഞാൻ തിരിച്ചു വരും, അപ്പം അതിനെൻ്റെ കൂടെ നിൽക്കില്ല എന്നാണ് കല്യാണം കഴിക്കാൻ വന്നപ്പോൾ ആദ്യമേ ചോദിച്ചത്. അങ്ങനെ എന്നെ സാറേ പറഞ്ഞത്? അല്ല, എന്നോട് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണല്ലോ. അതല്ല ഞാൻ ഇവിടം വരെ എത്തിയിരിക്കണേ. അല്ലെങ്കിൽ സാഹിത്യകാരന്മാരൊക്കെ എഴുതുമാതിരി ഏതൊരു പുരുഷൻ്റെ വിജയത്തിൻ്റെ പിന്നിലും ഒരു സ്ത്രീയുടെ കരങ്ങളുണ്ടായിരിക്കുമെന്ന് പറയുന്നത്, സ്ത്രീ അമ്മയാകാം, ഭാര്യയാകാം, സഹോദരിയാകാം. അപ്പോൾ എനിക്ക് ഭാര്യയുടെ പൂർണ്ണമായ സപ്പോർട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള എൻ്റെ വിജയത്തിന്
സഹായിച്ചിട്ടുണ്ട്. അല്ല, ഒരു സിനിമാ നിർമ്മാണ രംഗത്ത്, അതായത് ഇപ്പോൾ എനിക്ക് ഡിസംബർ സിനിമ സാറാണ് ചെയ്തേക്കുന്നത്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ ബ്ലിസ് സാറിന്റെ 3-4 പടങ്ങളും ചെയ്തിട്ടില്ലേ? ഫോർ ദ പീപ്പിൾ ഉൾപ്പെടെ. ബ്ലസ്സിയുടെ ചെയ്ത് തന്മാത്ര, കൽക്കട്ട ന്യൂസ്. ഫോർ ദ പീപ്പിൾ ജയരാജ് സാറിൻ്റെ ആയിരുന്നു. ഫോർ ദ പീപ്പിളിൽ അസോസിയേറ്റ് ആയിരുന്നു ബ്ലസ്സി. അങ്ങനെയാണ് ബ്ലസ്സി ഡയറക്ടറായപ്പോൾ എന്നെ വിളിച്ചത്. ഡിസംബർ സിനിമയിൽ സാറിന്റെ മക്കളും അവരും അഭിനയിച്ചു, പാട്ട് സീനിലൊക്കെ അവരല്ലേ ചെയ്തേക്കുന്നത്? പാട്ട് സീനിലും ആകാശും അഖില ഉണ്ടായിരുന്നു. പിന്നെ മൂത്തയാൾ അങ്കിത, അല്ല സീനിൽ വേറെ ഉണ്ട്. പിന്നെന്ത് പറ്റി സിനിമാ രംഗത്തേക്ക് മുന്നോട്ട് പോകാൻ? എന്തെങ്കിലും സിനിമാ രംഗത്തേക്ക് മുമ്പോട്ട് പോകാത്ത എന്താണെന്ന് ചോദിച്ചാൽ അത് പറയുമ്പോൾ എന്നെ കാണുന്ന ആൾക്കാർക്ക് എന്നോട് ഇഷ്ടം തോന്നില്ല. അതുകൊണ്ട് അത് പറയണമെന്ന് ഞാൻ ആലോചിക്കുക. പറയാനുള്ളത് പറയാം, അത് കുഴപ്പമൊന്നുമില്ല. അത് സിനിമ നിർത്താനൊരു കാരണമുള്ളത് സിനിമ ഫീൽഡ് എന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. എനിക്ക് പേടി തോന്നി. സിനിമ ഫീൽഡ് അത്രയ്ക്ക് ഭീകരമായ ഒരു സൊസൈറ്റി അല്ല, ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നടക്കുന്നു. അത് പിന്നീട് എന്തെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ട് പുറത്ത്. അപ്പോൾ അങ്ങനെയൊരു സ്ട്രെയിറ്റ് അല്ലാത്ത ഒരു സംഗതിയാണ് അതിനകത്ത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ സിനിമയുടെ ലൊക്കേഷനിൽ ചെന്ന് ആദ്യം കേൾക്കുന്ന വാക്ക് ചീറ്റിംഗ് എന്നാണ്. ചീറ്റിംഗ് എന്ന വാക്കെന്ന് പറഞ്ഞാൽ നമ്മളെ കബളിപ്പിക്കുക. അപ്പോൾ ഈ ഒരു ഓഫീസ് എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മുറിയിൽ പോയിരുന്നിട്ട് ഇത് നമുക്ക് ഓഫീസായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതൊരു പോലീസ് സ്റ്റേഷനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതൊരു കോടതിയായിട്ട് എടുക്കാമെന്നൊക്കെ, ഇത് നമുക്ക് കോടതിയായിട്ട് ചീറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ക്യാമറ ഓൺ ചെയ്താൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ചീറ്റിംഗ്. അത് സത്യത്തിൽ എൻ്റെ അനുഭവത്തിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ എല്ലാ വശങ്ങളിലും ആ ചീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ച് പുറകോട്ട് മാറിയില്ല. വേറെ ആരോടും വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷെ എല്ലാ സ്ഥലത്തും അത് ഞാൻ അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇതിന് മാറി നിൽക്കാൻ തീരുമാനിച്ചു. അതുപോലെ സാറേ, കലാരംഗത്തേക്ക് ഒരു 50 വർഷത്തോളമായി സാറിൻ്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു അനുഭവം നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെച്ചുകൂടെ? എനിക്ക് ജീവിതത്തിൽ മറക്കാനാകാത്ത അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കലാജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നും ഇപ്പോഴും നാടകമാണ്. സത്യസന്ധമായൊരു കല, അല്ലെങ്കിൽ ശുദ്ധമായൊരു കല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്, നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ശരിക്കും ആധികാരികമായിട്ട് പറയാൻ പറ്റും, നാടകത്തെടുത്തോളം ശുദ്ധമായൊരു കല ഈ മറ്റു രണ്ടിലും ഇല്ല എന്ന് പറയാൻ പറ്റും. മറ്റു രണ്ടിലും ഒരുപാട് ജിമിക്സുകൾ കാണിച്ച് നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാം. 2 മണിക്കൂർ ഒരു തട്ടി കയറി നിന്ന് ഡയലോഗ് കാണാതെ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അവൻ കലാകാരൻ തന്നെയാണ്. ഡയലോഗ് മാത്രമല്ല, അവൻ്റെ അന്നത്തെ മാനസിക സംഘർഷം, അവൻ്റെ അന്നത്തെ ശാരീരിക ബുദ്ധിമുട്ട്, ഇതെല്ലാം ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു നാടകം ഇന്ന് ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അതേ സെയിം മൂഡിൽ ഒരു നെക്സ്റ്റ് ഡേയിൽ അവതരിപ്പിക്കണം നിർബന്ധമില്ല. കാരണം അവനെന്തെല്ലാം മാനസിക പ്രശ്നം ഓരോ ദിവസം ഓരോ സാഹചര്യങ്ങൾ വരാം. ചിലപ്പോൾ ഒന്നിനൊന്ന് മെച്ചമായിട്ട് പോകും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു തട്ട് കിട്ടും, അപ്പോഴൊരു ഡയലോഗ് മറക്കാം. ഇതൊക്കെ നാച്ചുറലായിട്ട് സംഗതിയാണ്. അതാണ് അത് ശുദ്ധമായ കലയാണെന്ന് ഞാൻ പറയാൻ കാരണം. അതുകൊണ്ട് അത്രയും കഷ്ടപ്പാടുള്ളതും ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഒരു കല അഭിനയ ഫീൽഡിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്കമാലി പൂജ എന്ന ഒരു സമിതി ഇനിയും സാറ് പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ല എന്നറിയാം. തുടർന്ന് പോകാൻ ആഗ്രഹമുണ്ടോ സാറിന്? ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ, വിഷ്വൽ മീഡിയകൾ, പ്രിൻ്റഡ് മാധ്യമങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നാടകത്തിലേക്ക് ഇനി തിരിച്ചു വരികയുള്ളൂ. കാരണം ഇന്നത്തെ പുതിയ തലമുറ നാടകത്തിൽ നിന്ന് പുറകോട്ട് പോവുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ 1-2 സ്റ്റേജുകളിൽ ഈ അനുമോദനങ്ങൾ മേടിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു വാക്കുണ്ട്, നാടകത്തിന് വയസ്സായിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു ചോദ്യം വന്നു. അത് ഞാനതിന് വിശദമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണല്ലോ എന്ന് എനിക്ക് തോന്നി. കാരണം ഇന്ന് നാടകം കാണാൻ വന്നിരിക്കുന്ന സദസ്സിൽ 99% ആൾക്കാർ 50 വയസ്സിന് മുകളിലുള്ളവരാണ്. ഒരു 30 വയസ്സിന് താഴെയുള്ളവർ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് അവർ ഈ നാടകം കാണാൻ വരാത്തതെന്ന് ഞാൻ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഈ കഴിഞ്ഞ 7 നാടകങ്ങൾ POCയുടെ കാണാൻ പോയപ്പോൾ എനിക്കൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു. പുള്ളിക്ക് 30 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ നാടകത്തിന് ഞാൻ ഒരു ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നാടകം വന്നിരുന്ന് കാണുവാനെ. നാടകമോ അതെന്താ എന്നാണ് എന്നോട് ആദ്യം ചോദിച്ചത്. അപ്പം ഞാൻ അവനെ നിർബന്ധിച്ച് നാടകം കാണിക്കുകയും 7 നാടകങ്ങൾ കാണിക്കുകയും ചെയ്തു. അതിനകത്ത് നല്ലതും ചീത്തയും പറയാനും അവനറിയാം. പക്ഷെ അവൻ ആദ്യമായിട്ട് കിട്ടിയ അവസരം ഇതാണ്. അപ്പോൾ എന്തുകൊണ്ട് അവർ നേരത്തെ ചിന്തിച്ചില്ല എന്നുള്ളതാണ്. ചിന്തിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ബാക്കി കാര്യങ്ങളിൽ ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് നാട്ടിലുണ്ട്. ഒന്ന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇഷ്ടമാതിരി കിട്ടും. ഈ പറയപ്പെടുന്ന എല്ലാവിധ കലാസംഗതികളും ഇന്ന് ഫോണിൻ്റെ വിരൽത്തുമ്പിലുണ്ട് ലോകം. അപ്പോൾ പിന്നെയുള്ളത് സിനിമയാണ്. സിനിമയിടത്തോളം എന്താ ഇതിന് പറയണത്, സാമ്പത്തികവും പബ്ലിസിറ്റിയുള്ള വേറൊരു ഫീൽഡില്ല. അതുകൊണ്ട് എല്ലാവരുടെയും ലക്ഷ്യം സിനിമയാണ്.
അതുകൊണ്ട് ഇവർ ഇത് മറന്നു പോയിരിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ളൊരു ചാൻസ് അവർക്ക് കിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു യുവാവ് ഒരു 10 നാടകം കാണാൻ അവനെ നിർബന്ധിച്ച് കൊണ്ട് ചെന്നാൽ ഞാൻ പറയുന്നു 11ാമത്തെ നാടകം തന്നെ പോകും. പക്ഷേ ഈ 10 നാടകത്തിന് ആരും പോകുന്നുമില്ല, അതിനുള്ള ചാൻസ് കിട്ടുന്നുമില്ല. അതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ അത് മാറ്റി നിങ്ങൾ മീഡിയക്കാരും എല്ലാവരും അവിടെ ചെയ്താൽ മാത്രമേ ഈ നാടകത്തിന് ശക്തി ഉണ്ടാവുള്ളൂ, ജീവനുണ്ടാവുള്ളൂ. സാർ, ഇപ്പോൾ ഈ മേളകളൊക്കെ ഒരുപാട് സംഘടിപ്പിച്ചതിന് ശേഷം നാടകം കാണാൻ കൂടുതൽ അവസരങ്ങൾ പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ട്. മറ്റൊരു സീസൺ മാത്രമല്ല, ഇപ്പോൾ സീസൺ മാത്രമല്ല സാറേ, ഇപ്പോൾ അതിന് മുമ്പേ തന്നെ ഓഫ് സീസണിൽ പോലും മേളകളും മത്സരങ്ങളൊക്കെ സൊസൈറ്റിയെ സംബന്ധിച്ച് ഒരുപാട് നാടകങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പലയിടത്തും പല സ്ഥലത്തും പോയി നാടകങ്ങൾ കാണാൻ അതിൻ്റെ വിലയിരുത്താനും അപ്പോഴപ്പോഴും റിസൾട്ട് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ശരിയാണ്. അതാ ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ഞാൻ ഈ മേളകളുടെ ഒരു 10-15 മേളകളിൽ ഞാൻ സംബന്ധിച്ചതുകൊണ്ട് പറയുകയാണ്, ആ മേളകളിൽ വന്നിരിക്കുന്ന ആൾക്കാർ 90% 50 വയസ്സിന് മുകളിലുള്ളവരാണ്. ഇവരെ എങ്ങനെയാണ് യങ്സ്റ്റേഴ്സിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാലേ ഇനി അടുത്ത ജനറേഷനിലേക്ക് ഈ നാടകം പോകുള്ളൂ. അല്ലെങ്കിൽ കഥാപ്രസംഗം പോലെയോ ഓട്ടംതുള്ളൽ പോലെയോ വെറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു മത്സര സംഭവമായിട്ട് മാറില്ലേ. അപ്പം ഒരു പ്രൊഫഷണലായിട്ട് ഇത് കൊണ്ടു നടക്കണമെങ്കിൽ ഇതിന് കാണികൾ വേണം. ഈ കാണികളുണ്ടാകണമെങ്കിൽ ഈ ജനറേഷൻ, ഞങ്ങളെപ്പോലുള്ള ജനറേഷൻ പോയി കഴിഞ്ഞാൽ അടുത്ത ജനറേഷനെ ഇതിനെ ഇൻവൈറ്റ് ചെയ്യണ്ടേ. അതിനവർക്ക് കൊടുക്കുന്ന ഇൻസ്പിറേഷൻ എന്തായിരിക്കണം? ഇപ്പോൾ മമ്മൂട്ടിയാണെങ്കിൽ പോലും ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ച ഒരു രീതിയിലാണ് 10ാമത്തെ സിനിമയിൽ അഭിനയിക്കണേ എന്ന് പറഞ്ഞാൽ 10 കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് നാടകം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് വരുന്നത്. നമ്മളൊരു ആഹാരമാണെങ്കിൽ പോലും ആദ്യത്തെ പ്രാവശ്യം ഒരു പുതിയ ആഹാരം കഴിച്ചാൽ നമുക്കതിന് ടേസ്റ്റ് ഉണ്ടാകണമെന്നില്ല. പക്ഷേ അത് 2-3 പ്രാവശ്യം കഴിച്ചു കഴിയുമ്പോൾ നമുക്കതിനൊരു ടേസ്റ്റ് തോന്നി തുടങ്ങും. ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും 10ാമത്തെ സിനിമയാകുമ്പോൾ നമുക്ക് അവരോട് ഇഷ്ടം തോന്നും. എന്ന് പറഞ്ഞാലൊക്കെ ഇവർക്കിത് കാണാൻ, ഇവരെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ എന്താണ് മാർഗം? അതിനുള്ള ഞാൻ ചിന്തിച്ചിട്ട് കിട്ടിയ ഏറ്റവും വലിയ മാർഗം മീഡിയാസാണ്. ഈ മീഡിയാസ് നിങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് എല്ലാവരോടും ഒന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ഇതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്താൽ ഇത് രക്ഷപ്പെടും. അപ്പോൾ പിള്ളേർ വരും. അങ്ങനെ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും രംഗത്ത് വരും. തീർച്ചയായിട്ടും സാർ. അതുപോലെ തന്നെ സാറിൻ്റെ മക്കളും കലാപ്രവർത്തന രംഗത്ത് ഏറെ ശ്രദ്ധേയമാണല്ലേ? തീർച്ചയായിട്ടും അതെ. ഞാൻ പിള്ളേരെല്ലാം ചെറുപ്പത്തിലെ തന്നെ കലാ, സംഗീതം, നൃത്തം, ഇങ്ങനെ മിമിക്രി ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മോന് ഇപ്പം അവിടെ ജോലി ചെയ്യുകയാണെങ്കിലും എൻ്റെ പുറകെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കല പോലെ തന്നെ അവനും 1-2 യൂട്യൂബ് സംഗതികൾ ചെയ്തിട്ടുണ്ട്. അതിന് ഷോർട്ട് ഫിലിംസ് ഗോൾഡൻ ലവ് ആദ്യം ചെയ്തത്, സ്റ്റോളൻ ലവ്. അത് രണ്ടിനും അവാർഡ് കിട്ടിയായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് ഉണ്ടെന്നുണ്ടെങ്കിലും. ഓ, അത് ശരി. അതെ. അപ്പോൾ അവൻ പുറകിൽ ഇങ്ങനെ ഇതിൻ്റെ അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു ഫാമിലി എല്ലാവരും കലാരംഗത്തേക്ക് തന്നെ. അല്ല, അങ്ങനെ ഒരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരും അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു. അതാണ് ശരി. അപ്പോൾ അവർ നമ്മുടെ പുറകെ വന്നു എന്നുള്ളതാണ്. അത് നമ്മൾ നിർബന്ധിച്ചാൽ വരില്ലല്ലോ, അവർക്കവിടെ തോന്നണമല്ലോ. തോന്നി വന്നിട്ടുണ്ട്. മൂത്തയാളെ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. കാസറ്റിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതെ അല്ലേ? ഇളയാള് നല്ലതായിട്ട് പാട്ടും ഡാൻസും ഒക്കെ ചെയ്യും. അതിൽ കൂടുതലായിട്ട് വയലിൻ വായിക്കും. സ്റ്റേറ്റിലൊക്കെ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. മോള് മൂത്തയാള് വീണ വായിക്കുമായിരുന്നു. മോന് ഡ്രംസ്. ഇപ്പോഴും ആ പ്രവർത്തനങ്ങൾ തുടർന്ന് പോവുക തന്നെയാണ്. അതുപോലെ സാർ ഇപ്പോൾ പ്രവാസ ലോകത്താണ് സാറ്. എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു കലാരംഗത്ത് അവിടെയും സജീവമാണ്. എങ്ങനെയാണ് ആ പ്രവർത്തനങ്ങൾ ജോലിക്കിടയിൽ ഈ കലാരംഗ പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ഇത് ആൾക്കാർ നമുക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുമെന്നാണ് എന്നെ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളത്. ആൾക്കാർ പറയും എനിക്കിത് ചെയ്യാൻ സമയമില്ല, അത് ചെയ്യാൻ സമയമില്ല. പിള്ളേർ പറയും, എല്ലാം സമയത്തിനെ കുറ്റം പറയാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സമയം കൂടുതലായിട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്കിതൊരു വലിയ പ്രയാസമായിട്ട് തോന്നിട്ടില്ല. ഞാൻ 12 മണിക്കൂർ 18 മണിക്കൂർ ജോലി ചെയ്യുകയും ഈ കലാപ്രവർത്തനം അമേരിക്കയിലും ചെയ്ത് പോന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അതിനെനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ ഭാര്യയിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വേറെ സംഗതി. എന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെയും ഞാനിങ്ങനെ ന്യൂയോർക്ക് പൂജ എന്ന് പറഞ്ഞൊരു നാടക സമിതി ഉണ്ടാക്കി. ഒരു 2-3 നാടകങ്ങൾ ഞാൻ അവിടുത്തെ ആർട്ടിസ്റ്റിനെ വെച്ച്, ഇപ്പോൾ നമ്മുടെ കോട്ടയം സുജാതചാൻ്റെ അടുത്തുനിന്ന് സെറ്റ് വരച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പട്ടിക അടിച്ച് ഞാൻ സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നാടകം അഭിനയിപ്പിച്ചിട്ടുണ്ട് 2-3 വർഷം. പിന്നെ അവിടെ ഈ ജോലി തിരക്കുള്ളതുകൊണ്ട് നമുക്ക് ആർട്ടിസ്റ്റുകൾ സ്ഥിരമായിട്ട് നിൽക്കില്ല കൂടത്തിൽ. കാരണം അവർ ഈ നാടകം ചോദിക്കുമ്പോൾ അവർക്ക് ജോലി ഉണ്ടാവും. അങ്ങനെ ബുദ്ധിമുട്ട് വന്ന് 2-3 വർഷം കഴിഞ്ഞപ്പോൾ അത് നിർത്തേണ്ടി വന്നു എന്നുള്ളതാണ്. ഞാനിവിടുന്ന് സംഗീത ഗ്രൂപ്പിനെ കൊണ്ടുപോയിട്ടുണ്ട്. അമേരിക്കയിൽ കൊണ്ടുപോയി 10-30 ദിവസം അവിടെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അതുപോലെ പൂജ പ്രൊഡക്ഷൻസ്, പൂജ സ്റ്റുഡിയോ, പ്രേക്ഷകർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ഫോർ ദ പീപ്പിൾ എന്ന ലജ്ജാവതി എന്നൊരു ഗാനം സാറിൻ്റെ സ്റ്റുഡിയോയിലാണ് ആ പാട്ട് റെക്കോർഡ് ചെയ്തത്. അതിനെക്കുറിച്ച് ഒരു വിശേഷങ്ങൾ എന്താണ് സാർ പറയാനുള്ളത്? അതൊരു ചരിത്രം തന്നെയാണ്. ചരിത്രം തന്നെയാണ്. അതെ. കാരണം ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമ എഴുതുന്നത് തൊട്ട്
സ്റ്റുഡിയോയിലാണ്, നമുക്ക് ലോഡ്ജും ഉണ്ട് അവിടെ. അപ്പോൾ ഇക്ബാൽ കുറ്റിപ്പുറം അല്ലേ, ഇക്ബാൽ കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ, തിരക്കഥാകൃത്ത് നമ്മുടെ ലോഡ്ജിൻ്റെ 110ാമത്തെ റൂമിലിരുന്നാണ് ഈ ഫോർ ദ പീപ്പിൾ മുഴുവൻ എഴുതുന്നത്. അപ്പോൾ ജയരാജ് സാർ അവിടുത്തെ 107ാം റൂം നമ്പറിലായിരുന്നു എഴുതുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗാനങ്ങളെല്ലാം ജാസി ഗിഫ്റ്റ് നമ്മുടെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ അവരുടെ കൂടുതലുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഫോർ ദ പീപ്പിളിൽ എന്നെ അഭിനയിക്കാൻ ക്ഷണിക്കുന്നത്, ജയരാജ് സാറ് വിളിക്കുന്നത്. അതിനുശേഷം സ്റ്റുഡിയോയിൽ റെക്കോർഡിങ് തുടങ്ങുന്നു. സത്യം പറഞ്ഞാൽ ലജ്ജാവതി എന്ന് പറയുന്ന പാട്ട് ജാസി ഗിഫ്റ്റ് മ്യൂസിക് ചെയ്തിട്ട് ദാസേട്ടനെ കൊണ്ട് പാടിക്കാനിരുന്നതാണ്. പക്ഷേ സിനിമ പകുതിയായി, ഷൂട്ടിങ് പകുതിയായി കഴിഞ്ഞപ്പോഴത്തേനും പ്രൊഡ്യൂസറുടെ കാശ് ഏതാണ്ട് തീരാറായി എന്ന് പറഞ്ഞുകൊണ്ട് ജാസി ഗിഫ്റ്റ് ഇത് ട്രാക്ക് പാടിയിടുമായിരുന്നു. പൂജയിൽ കയറി വന്ന വൈകുന്നേരങ്ങളിൽ 1 മണിക്കൂർ എടുത്തിട്ട് ട്രാക്ക് പാടുമായിരുന്നു. ആദ്യത്തെ പാട്ടാണ് ജാസി ഗിഫ്റ്റിൻ്റെ ആദ്യത്തെ പാട്ടാണ് ഈ ലജ്ജാവതി എന്ന് പറഞ്ഞത്, ശബ്ദം കൊടുക്കുന്നത് ആദ്യത്തെ പാട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിലാകാൻ വേണ്ടി ജാസി ഗിഫ്റ്റ് നല്ലപോലെ പരിശ്രമിച്ചിട്ടുണ്ട്. കാരണം സ്റ്റുഡിയോയിൽ താമസവും ലോഡ്ജിൽ താമസവും സ്റ്റുഡിയോയിൽ എന്നും വന്ന് പാടി അതിന് കറക്ഷൻ വരുത്തി കുറേ ദിവസങ്ങൾ കൊണ്ടാണ് ആ പാട്ട് പാടി തീർത്തത്. അപ്പോൾ ജയരാജ് സാർ എന്നും ഷൂട്ടിങ് കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ ഈ പാട്ട് കേൾക്കും, ഇതിന് മാറ്റങ്ങൾ പറയും, പിറ്റേ ദിവസം വീണ്ടും പാടും. അങ്ങനെ മാറി മാറി പാട്ട് പൂർണ്ണമായിട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ജയരാജ് സാറ് 2 കാരണങ്ങൾ കൊണ്ട്, ഒന്ന് പ്രൊഡ്യൂസർക്ക് പൈസയില്ലായിരുന്നു, 2 ഒരു പുതിയ ശബ്ദമാണല്ലോ കണ്ടു. അങ്ങനെ പുള്ളിയുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് പുള്ളി നമുക്ക് ഇത് മതി, ഈ ട്രാക്ക് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞ് ട്രാക്ക് പാടിയ ജാസി ഗിഫ്റ്റിൻ്റെ പാട്ടാണ് ലജ്ജാവതി സിനിമയിൽ വന്നത്. ഒരു കാലഘട്ടത്തിൽ ഏറെ സൂപ്പർ ഹിറ്റായ ഒരു പാട്ടായിരുന്നു, കൊച്ചു കുട്ടികൾ ഒരു പാടിയിരുന്നൊരു പാട്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊരു നിമിത്തമായിട്ട് കൂട്ടിയാൽ മതി. കാരണം അത് അദ്ദേഹത്തിൻ്റെ ശബ്ദമായിട്ട് വരേണ്ടതല്ല, അതാ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഇപ്പോൾ നമ്മളൊക്കെ പറയുന്നത് പുതിയൊരു അറിവാണല്ലേ ആ ഒരു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഒരു 1-2-3 മാസക്കാലം നമ്മുടെ ലോഡ്ജിൽ താമസിച്ച് എന്നും രാവിലെ വരുമ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടാണ് ഓഫീസിൽ പോകുന്നത്. അങ്ങനെ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പാട്ടാണ്. അതിനുള്ള ഗുണം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. അത് നമ്മുടെ സ്ഥലത്തായിരുന്നു എന്നുള്ളൊരു സന്തോഷവും അഭിമാനവും നമുക്കുമുണ്ട്. പിന്നീട് ദാസേട്ടൻ ശരിക്കും പറഞ്ഞാൽ പൂജ സ്റ്റുഡിയോ തുടങ്ങിയതിന് ശേഷം ദാസേട്ടൻ എറണാകുളത്ത് പാട്ട് പാടാൻ വരുവാണെങ്കിൽ പൂജ സ്റ്റുഡിയോയിലെ പാടാൻ അദ്ദേഹം, അതെ പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത്, തൃപ്പൂണിത്തുറ, അവിടെയായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം കൂടുതൽ. ദാസേട്ടൻ പറഞ്ഞിട്ട് ദാസേട്ടൻ അമേരിക്കയിലൊക്കെ ഇടയ്ക്ക് വരും, അതുകൊണ്ട് അത് അവിടുത്തെ എക്യുപ്മെൻറ്റ് പുതിയ അഡ്വാൻസ്ഡ് എക്യുപ്മെൻറ്റൊക്കെ അദ്ദേഹം കണ്ടുപിടിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എന്നോട് വിളിച്ചിട്ട് വോയിസ് എടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക ആംപ്ലിഫയർ പുള്ളി കണ്ടുപിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ആംപ്ലിഫയർ മേടിക്കാമോ എന്ന് ചോദിച്ചു. ഒരു 10-15 വർഷം മുമ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മേടിക്കാം. എത്ര? അന്നത്തെ കാലത്ത് 1.5 ലക്ഷം രൂപ ഒരു ആംപ്ലിഫയറിന്, ഇത് വോയിസ് എടുക്കാൻ മാത്രമേ ഉള്ളാവൂ. അപ്പോൾ ഞാനത് മേടിച്ചുകൊണ്ട് സ്റ്റുഡിയോയിൽ വെക്കുക. അപ്പോൾ എനിക്ക് പുതിയ എക്യുപ്മെൻറ്റ് വരുമ്പോൾ ഇത് മേടിക്കണമെന്നും നമ്മുടെ സ്ഥാപനം എല്ലാ സ്ഥാപനങ്ങളെ കഴിഞ്ഞ് നല്ല അഡ്വാൻസ്ഡ് ആയിരിക്കണം എന്നൊരാഗ്രഹമൊക്കെ, ഇപ്പം നാടകത്തിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് നന്നായിരിക്കണം എന്നുള്ളൊരാഗ്രഹമാണ് നമുക്ക് എന്നുള്ളത്. അങ്ങനെ മേടിച്ച് വെച്ച് പിന്നെ ദാസേട്ടൻ എറണാകുളത്ത് വോയിസ് എടുത്താൽ നമ്മുടെ സ്റ്റുഡിയോയിലായിരുന്നു ഇപ്പോൾ എടുത്തുകൊണ്ടിരുന്നത്. ഡിസംബർ സിനിമ എന്ന് പറയുന്ന ഒരു പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു ഒരു പ്രാവശ്യമല്ലേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ശരിക്കും നല്ല സബ്ജക്റ്റായിരുന്നു, പക്ഷേ അതെങ്ങനെയോ അതിൻ്റെ ആക്ടേഴ്സിൻ്റെ പുതുമുഖങ്ങളെ വെച്ചിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മോശമായതുകൊണ്ട് എന്തായാലും പടം ക്ലിക്കായില്ല. പക്ഷെ അതിനകത്തൊരു സോങ് ഉണ്ടായിരുന്നു, ദാസേട്ടൻ പാടിയ സ്നേഹത്തുമ്പി എന്ന് പറഞ്ഞു, ജാസി ഗിഫ്റ്റ് മ്യൂസിക് ചെയ്തതാണ്. എനിക്ക് തോന്നുന്ന ലജ്ജാവതിയെ കഴിഞ്ഞും ഭയങ്കര ക്ലിക്കായി ഭയങ്കര ഹിറ്റായ ഒരു സോങ്ങാണ് സ്നേഹത്തുമ്പി വരില്ലേ കൂടെ എന്ന് പറഞ്ഞു. അതിനകത്ത് ആ പാട്ട് സീൻ അഭിനയിച്ചത് എൻ്റെ 2 പിള്ളേർ, ആകാശും അഖിലയും. അങ്ങനെയൊരു പ്രത്യേകത അതിനുണ്ട്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹീറോയിൻ്റെ ചെറുപ്പകാലം കാണിക്കുന്നത് എൻ്റെ ഈ 2 പിള്ളേരാണ്. അതെ, അതുപോലെ തന്നെ എൻ്റെ മൂത്ത മോളും അതിനകത്തൊരു കോമ്പയറിങ് നടത്തുന്നുണ്ട് ഒരു സ്റ്റേജ് പ്രോഗ്രാമത്തിൽ. അങ്ങനെ ഞാൻ MC ആയിട്ട് അല്ലേ, അവർ 3 പേരും അതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സന്തോഷം കൂടി ഉണ്ട്. ഇതുകൊണ്ട് പടം ഹിറ്റായില്ലെങ്കിലും അങ്ങനെ നമ്മുടെ ഒരു ആഗ്രഹം അങ്ങനെ ചെയ്യാൻ സാധിച്ചു. പിന്നെ ഒരു പാട്ട് നല്ല ഹിറ്റായി. അങ്ങനെയാണ് ഞാനിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണേ. ആൾക്കാർ പറഞ്ഞ് ലജ്ജാവതി പോലെ ഈ സ്നേഹത്തുമ്പി ഹിറ്റായതുകൊണ്ട് സാറേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, നല്ല കളക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതിനകത്തെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റാണ്. ഡിസംബറിലെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റാണ്. എനിക്ക് തോന്നുന്നത് ഫോർ ദ പീപ്പിളിനെ കഴിഞ്ഞും ഹിറ്റ് പാട്ടുകളാണ് ഡിസംബറിലെ. അത് നിങ്ങളൊന്ന് എടുത്തിട്ട് കേട്ടാൽ നിങ്ങൾക്കറിയാം എല്ലാ പാട്ടുകളും. പക്ഷെ പടം ശരിയായില്ല. ഒന്ന്, അതിനകത്ത് പുതുമുഖം രക്ഷപ്പെട്ടില്ല. 2, ഡയറക്ഷൻ സൈഡിൽ നിന്ന് ഒത്തിരി വീക്ക്നെസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് അത് പരാജയപ്പെട്ടത്. പടം പരാജയമായിരുന്നു. ആ പടം പരാജയമായിരുന്നുകൊണ്ടാണ് പിന്നീട് ഞാനൊരു സംരംഭത്തിന് ഉടനെ ആലോചിക്കാത്തത്. എൻ്റെ കലാജീവിതത്തിൽ എനിക്ക് വിജയിക്കാൻ സാധിച്ചത് 1-2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്ന്,
കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയ സപ്പോർട്ട്, ഭാര്യ, കുട്ടികൾ, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി എനിക്ക് ആത്മാർത്ഥമായ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിൽ മറക്കാനാകാത്ത എൻ്റെ സുഹൃബന്ധം ഇന്നും കാത്തു സൂക്ഷിക്കുന്ന, എൻ്റെ ഇവിടെ ഇല്ലാതിരുന്ന സമയങ്ങളിൽ എന്നെക്കുറിച്ച് അറിയാവുന്നതും എന്നെ ശരിക്കും പഠിച്ചിട്ടുള്ളതുമായ എൻ്റെ ഒരു ആത്മമിത്രമുണ്ട്. മിത്രമെന്നല്ല, സഹോദരൻ എന്നാണ് പറയേണ്ടത്. അതെൻ്റെ കൂടുതലുണ്ട്, ശ്രീ പയ്യന്നൂർ മുരളി. ഞാൻ അദ്ദേഹത്തോടെ ഇതിനകത്ത് തീർച്ചയായിട്ടും ഈ മുരളിച്ചേട്ടൻ ഞങ്ങൾ അമേരിക്കയിലാണല്ലോ, നാട്ടിൽ നാടകത്തിന് വരുമ്പോഴത്തേക്ക് മുരളിച്ചേട്ടൻ്റെ റോൾ അങ്ങ് കൊടുക്കും, എന്നിട്ട് ആ റോൾ അഭിനയിക്കും. അതായത് എൻ്റെ നാടകപ്രാന്തിനെ കുറിച്ചായി പറഞ്ഞത്. ഈ ലോകത്ത് ആരെങ്കിലും ഒരു ഹീറോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന റോള് പ്രൊഡ്യൂസർ വന്നൊന്നും പറഞ്ഞ് മാറി നിന്ന് അഭിനയിക്കാൻ കൊടുക്കുമോ? അതിനുള്ള നാട്ടിൽ മുരളിച്ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആത്മധൈര്യമാണത്, അല്ലേ? ഒരു 10 ദിവസം ഒരാളെ അഭിനയിപ്പിച്ചിട്ട് വീണ്ടും ആ റോൾ എടുത്ത് അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ കൊണ്ട് പറ്റുന്നതല്ല. അപ്പോൾ ആ ഒരു മനസ്സിന് ഉള്ള ഉടമയാണ്. അതായത് എൻ്റെ ആഗ്രഹം കണ്ടിട്ട് അതിനോടൊത്ത് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അതിനോടൊത്ത് യാത്ര ചെയ്യാൻ താല്പര്യം കണ്ടു എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ ബന്ധം എന്ന് പറയുന്നത്. ആത്മബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ സുഹൃത്ത് മാത്രമല്ല, സഹോദരനാണെന്ന് പറയാൻ കാരണമുണ്ട്. ഇപ്പോൾ ഈ ലെവൽ ഞാനും സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒത്തിരി താല്പര്യം കാണിച്ചിട്ടില്ല. എന്നെ ശ്രീ പയ്യന്നൂർ മുരളിയാണ് ഇതിനെല്ലാം നിർബന്ധിച്ച് ഇങ്ങനെ ഇരുന്നാൽ പോരാമെന്നും പറഞ്ഞ് എന്നെ ഈ പൊസിഷനിൽ എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കൂടി എനിക്ക് വിളിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ ആൻ്റണി ചേട്ടൻ പറഞ്ഞിടത്ത് ഞാൻ തുടങ്ങാം. അതായത് സുഹൃത്താണോ സഹോദരനാണോ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. എൻ്റെ സുഹൃത്താണോ അല്ലെങ്കിൽ സഹോദരനാണോ എന്ന് എനിക്കിപ്പോഴും നമുക്ക് പരസ്പരം തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം അല്ലെങ്കിൽ അളവ്. അപ്പം എന്നെ സംബന്ധിച്ച് കലാപരമായിട്ട് ഞാനൊരു 40 വർഷം മുൻപേ തിരുവനന്തപുരത്തേക്ക് എറണാകുളത്ത് നിന്ന് വന്നതാണ്. അപ്പം അന്ന് ഞാൻ കുമരകനാഥൻ്റെ കൂടെ നാടകപ്രവർത്തനമായി നടത്തുമ്പോൾ അന്ന് ഈ മീഡിയ ഒന്നും അത്ര സജീവമല്ലാത്തതുകൊണ്ട് തന്നെ ഈ പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ഏതോ ഒരു ഉൾപ്രദേശം എന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ തിരുവനന്തപുരം സെറ്റിൽ ചെയ്യേണ്ട പരിപാടിയായിരുന്നു. ആ സമയത്താണ് ന്യൂയോർക്ക് പൂജ കൂടാതെ അങ്കമാലിയിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ നാടകസമിതിയുടെ ചാർജ് വളരെ ഉത്തരവാദിത്തം ഒരാളെ ഏൽപ്പിക്കണം എന്നുള്ള രീതിയിൽ എന്നെ അഭിനയിക്കാൻ ക്ഷണിക്കുകയാണ്. 1 വർഷത്തേക്ക് പൂജയിലേക്ക് കേളിയിൽ നിന്നും അഭിനയിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അങ്ങനെ ഞാൻ 1 വർഷം ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു മകനായി 1 വയസ്സ് ആയ സമയം കൂടിയായിരുന്നു. അങ്ങനെ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻ്റണി ചേട്ടൻ അമേരിക്കയിൽ നിന്ന് വരുന്നു. അപ്പോൾ എൻ്റെ വേഷം ആൻ്റണി ചേട്ടൻ പ്രധാന വേഷമാണ്. ആൽവിൻ ആൻ്റണി എന്ന ക്യാരക്ടറിൻ്റെ പേര്. അത് അഭിനയിച്ച് കഴിഞ്ഞപ്പം സത്യത്തിൽ എനിക്ക് പിന്നെ മടിയായിരുന്നു. കാരണം നല്ല ശബ്ദം, നല്ല അപ്പോൾ ഈ സ്റ്റേജ് ക്രാഫ്റ്റ് ഒക്കെ ഭയങ്കര കറക്റ്റായിരുന്നു. പിന്നീട് ഞാൻ അന്ന് അഭിനയിച്ചിരിക്കുന്നത് ബിയാട്രീസ് ചേച്ചി, ഇപ്പോഴത്തെ സിനിമയിലുള്ള ചെമ്പിൽ അശോകൻ, ഒരു സന്ധ്യ, ഇപ്പോഴത്തെ 79 അഭിനയിക്കുന്ന സന്ധ്യ, കലാമണ്ഡല സന്ധ്യയൊക്കെയാണ് അഭിനയിക്കുന്നത്. സന്ധ്യയുടെ ഭർത്താവായിട്ടാണ് ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ആ വേഷം അഭിനയിക്കുന്നത്. അപ്പോൾ സന്ധ്യ പലപ്പോഴും പറയും അദ്ദേഹം ഡയഫറും ഇതായി പോകും, വിളിച്ചോണ്ടൊന്നും ഇത്രയും കൂടെ വോയിസ് ഡെപ്ത് വേണമെന്നൊക്കെ അങ്ങനെ തമാശയ്ക്ക് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന ഒരു ദിവസം എന്നോട് പറഞ്ഞു, പിന്നെ എൻ്റെ ഭാര്യയുടെ പേര് പ്രസന്ന എന്നാണ്. പ്രസന്ന മോനെ ഒരു ദിവസം വെറുതെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വിളിച്ച് 2 ദിവസം നമ്മൾ അവരുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ താമസിച്ച് ഒരു ദിവസം പറഞ്ഞു നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞ് പോയി. ഒരു വീട്, ഈ വീട് എങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആർക്കോ നാടകക്കാർക്ക് താമസിക്കാനായിരിക്കും. ഞാനൊരു വർഷം കഴിഞ്ഞ് പോകേണ്ട ആളാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ആൻ്റണി ചേട്ടൻ എൻ്റെ വൈഫിൻ്റെ ആ കീ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് പറഞ്ഞു ഇനി മുതൽ മുരളി ഫാമിലിയും ഇവിടെ എറണാകുളത്താണ് താമസിക്കുന്നത് പറഞ്ഞു. അങ്ങനെ എന്നെ എറണാകുളത്ത് സെറ്റിൽ ചെയ്തത് ആൻ്റണി ചേട്ടനാണ്. അന്ന് തുടങ്ങിയ ഒരു സൗഹൃദമാണ്. കറക്റ്റ് പറഞ്ഞാൽ 25-26 വർഷത്തോളമായി. അപ്പോൾ ഞാൻ പൂജയിൽ ആ 1 വർഷം അഭിനയിച്ച ശേഷം ഞാൻ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങി. പക്ഷേ എൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ അതിനുശേഷം ഈ ഇരിക്കുന്ന നിമിഷം വരെ ആ ബന്ധം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ്. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. അതിപ്പോ പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കണ്ടിട്ട് മുരളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മുരളീനെ ആരെങ്കിലും പരിചയപ്പെട്ട പിന്നെ അവർ മറക്കില്ല. മുരളിയുടെ ഒരാളെ വിളിയില്ല, ഈ അടുത്ത് എടാ ഞാൻ മുരളിയാണേ, അയ്യോ മുരളിച്ചേട്ടാ നമസ്കാരം, പെട്ടെന്ന് പിടികിട്ടി. അപ്പം അങ്ങനെയാണ് ഞാനും ആൻ്റണി ചേട്ടൻ തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ പിന്നെ 2 വർഷമായിട്ട് പിന്നെ സ്റ്റുഡിയോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ദിവസം എന്നെ വിളിച്ച ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഫാമിലി മൊത്തം എൻ്റെ നാട്ടിൽ വന്ന വീട്ടിൽ വരും. ഇപ്പം കാരണം
എന്നെ എറണാകുളം സെറ്റിൽ ചെയ്തവരാണ്. 22 വർഷത്തോളം ഞാൻ എറണാകുളം വാടകയ്ക്ക് താമസിച്ചതാണ്. അപ്പോൾ അന്ന് 750 രൂപയാണ് വാടക. അന്ന് എനിക്ക് കൃത്യമായിട്ട് ആ കാലഘട്ടത്തിൽ എനിക്കൊന്നൊരു വർഷത്തെ വാടക കൊടുത്തിട്ട് പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് ഞാൻ 22 വർഷം എറണാകുളം താമസിച്ചപ്പോഴും മുടക്കമില്ലാതെ എനിക്ക് എല്ലാ വർഷവും മാസം തന്നെ വാടക കൊടുക്കാൻ പറ്റി. വാടകയ്ക്ക് വേണ്ടി ഇന്നുവരെ എൻ്റെ ഓണർ വന്നിട്ട് ഇന്നാണ് ദിവസം എന്ന് പറയേണ്ടി വന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ലോണിലാണെങ്കിലും സ്വന്തമായിട്ട് മരടിലൊരു വീട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്ക് വന്ന സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ പൂജ ബിൽഡിങ്ങിൻ്റെ ഒരു ഉത്തരവാദിത്തങ്ങൾ ആൻ്റണി മാത്യുവിന് പകരം ചെയ്യാൻ പറ്റും, അല്ലാതെ എൻ്റെ മാനേജറായിട്ട് ഒന്നുമല്ല. എനിക്ക് പകരം എന്ന് പറഞ്ഞിട്ട് എന്നെയും എൻ്റെ വൈഫിനും കൂടെ കൊണ്ടുപോയി പൂജയുടെ ഒരു ഫോൺ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി മുതൽ ആൻ്റണി മാത്യു അല്ല ഈ സ്ഥാപനത്തിൻ്റെ പിന്നെ ഉടമസ്ഥൻ നിങ്ങളെ സംബന്ധിച്ച്. സിറ്റുവേഷൻ വരുമ്പോൾ ഞാനത് പറയുന്നുണ്ട്, ഇത് ഓർക്കണമെന്ന്. അപ്പോൾ അത് പിന്നെ അങ്ങനെ ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം അന്ന് ഞാനൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, ഇത് ഹൃദയത്തിലാണ് ഞാനിത് ഈ ബിൽഡിംഗ് സൂക്ഷിക്കുക, അല്ലാതെ എൻ്റെ പ്രവൃത്തിയിലല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എനിക്കൊരു ഹൃദയ സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നം വന്നപ്പോഴും ആദ്യം ഓടിയെത്തിയതും നമ്മളിപ്പോൾ ഇന്നേക്ക് സംസാരിക്കുന്നതൊക്കെ നമ്മളെ മുന്നിലൊരു എന്താ പറയേണ്ടത്, ഇപ്പോഴും മനസ്സിലാവാത്തൊരാഴത്തിലുള്ള ബന്ധം കൂടെ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ആൻ്റണി ചേട്ടൻ വന്നിട്ട് ഇപ്പോൾ ഓഗസ്റ്റ് 23 വന്നത്, ഈ 4-ാം തീയതി പോവുകയാണ്. ഈ ഓഗസ്റ്റ് 25 തൊട്ട് എല്ലാ ദിവസവും നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകേണ്ടി വന്നു. ഒരുപാട് ഇതുപോലെ ഞാനിപ്പോൾ ഉദയനോട് വിളിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ പെട്ടെന്ന് തരപ്പെടുത്തി. അപ്പോൾ ഞാൻ ഉദയനോട് പറഞ്ഞ് ഇങ്ങനെ ഒരാൾ, അയ്യോ എനിക്കറിയാലോ, രാധാകൃഷ്ണൻ പറഞ്ഞു എനിക്കറിയാലോ. ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ, അയ്യോ നമ്മുടെ സന്തോഷമല്ലേ എന്ന് അവർ പറഞ്ഞത്, അല്ലാതെ അത് അതെ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ. ശരിക്കും ഞാനിതിൻ്റെ ഒരു അങ്കമാലി പൂജയുടെ അല്ലെങ്കിൽ പൂജാ സ്റ്റുഡിയോയുടെ ഒരാളാണെന്നൊക്കെ ഇപ്പം ജനം അറിഞ്ഞു തുടങ്ങുന്ന മുരളിയിലൂടെയാണ്. ഞാനിത് അറിയണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പം മുരളി പറഞ്ഞു അത് അറിയേണ്ട സമയം കഴിഞ്ഞു പോയി എന്നും പറഞ്ഞാണ് മുരളി എന്നെ ഇങ്ങനെ. അല്ല, അതൊരു നിമിത്തമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇടം കൈ കൊടുക്കുന്നത് വലം കൈ അറിയരുത് എന്ന് രണ്ടുപേരുടെയും പിന്നെ അപ്പന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അത് ഇപ്പം ഈ കിട്ടിയ അംഗീകാരങ്ങളും ഈ ഇൻ്റർവ്യൂ പോലും പിന്നെ വളരെ നേരത്തെ വേണ്ടതായിരുന്നു, അർഹതപ്പെട്ടതായിരുന്നു. അപ്പം അതിനൊരു ഞാൻ നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. അത് ദൈവം ഉണ്ടല്ലോ, നമുക്ക് ചില കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കുമല്ലോ. അത് ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. അതെ 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 തീർച്ചയായിട്ടും. അപ്പം അതാണ്. അപ്പോൾ എനിക്ക് ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, നമുക്ക് നമ്മുടെ ഈ സ്നേഹബന്ധം എന്നും നിലനിൽക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന് നമ്മുടെ ഭാഗത്തുനിന്നുള്ള നല്ല ഇടപെടൽ, നല്ല പ്രവൃത്തിയൊക്കെ എന്നും ഉണ്ടാകണം. എന്നാലും നമ്മൾ തമ്മിൽ പലപ്പോഴും പിന്നെ തമാശകൾ പറയും, എന്നെ ഒരു ജ്യേഷ്ഠനെ പോലെ വഴക്ക് പറയും. ഞാനതൊരു ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ ചേച്ചിക്കൊക്കെ പലപ്പോഴും വിഷമമുണ്ടാവും. അല്ല പറയുന്നില്ല. അപ്പോൾ പറയും, എനിക്കറിയാം ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് പറഞ്ഞില്ലെങ്കിലാണ് എനിക്ക് ടെൻഷൻ. കാരണം പറഞ്ഞാൽ അവിടെ ഷാർപ്പായിട്ട് പറയുന്നു, അതവിടെ തീരുന്നു. പിന്നെ ആ മാറ്റർ ഇല്ല, പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞു, ഉള്ളത് ചെയ്ത് ശരിയായില്ല കേട്ടോ, ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിതിങ്ങനെ ഫോളോ ചെയ്യാം. എന്നാലും കൂടുതൽ സമയം ഞാൻ ശരിയായില്ല എന്ന് പറയുന്ന ഒറ്റ കാരണമേ ഉള്ളൂ കേട്ടോ. ഞാൻ എന്ന് പറയുന്ന സ്ഥാനം ചിലപ്പോൾ മാറ്റി വെച്ച് നിർത്തിയിട്ട് മാറി നിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നിലേക്ക് ഈ സംഗതി വരുമ്പോൾ പറയും, എൻ്റെ അടുത്തേക്ക് ഇത് വരേണ്ട കാര്യമില്ല, മുരളി തന്നെ ഇത് തീർക്കുക. എന്തുകൊണ്ടാണ് തീർക്കാത്തതെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് മാറിപ്പോകുന്നുണ്ട്. ആനിച്ചേട്ടനല്ലേ അതെ, എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പലതും പറയും. അങ്ങനെ ഉള്ള ഇതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കുടുംബപരമായിട്ടുള്ള ചേച്ചിയായിട്ടുള്ളതായാലും എല്ലാം ഞാനും എൻ്റെ വൈഫും എല്ലാവരും നമ്മുടെ കുടുംബവും നമ്മുടെ കുടുംബം കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇല്ലെങ്കിലും ഷൂട്ടിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിലും വൈഫും നമ്മൾ രണ്ടുപേരും ഹോസ്പിറ്റലായ സമയത്തും എനിക്ക് ഹോസ്പിറ്റലിൽ കൂട്ടുവന്നപ്പോഴും പിള്ളേർ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പം നമ്മുടെ കുടുംബം തന്നെ ശരിക്കും പറഞ്ഞാൽ പൂജയോടും ആൻ്റണി ചേട്ടനോടും കുടുംബത്തോടും കടപ്പെട്ടിരിക്കുന്നു ഒന്നാണ്. അപ്പം എൻ്റെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷെ ഞാനൊരു പ്രാർത്ഥന നടത്തുന്ന ആൾ കൂടിയാണ്. അതായത് എന്ത് ഇസം പറഞ്ഞാലും താൻ പാതി ദൈവൻ പാതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ പാതിയിലെ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ. അപ്പോൾ ഞാനെപ്പോഴും പ്രാർത്ഥനയിൽ ചൊല്ലുന്നൊരു കാര്യമാണ് നമുക്ക് ഈ ബന്ധം എപ്പോഴും നിലനിൽക്കാൻ പറ്റണേ എന്നുള്ളത്. എല്ലാ ബന്ധങ്ങളോടൊപ്പം പ്രത്യേകിച്ച് ഈ ബന്ധം നിലനിൽക്കാൻ പറ്റണേ എന്നുള്ളത് അത് പറ്റും എന്നെ വിശ്വാസമുണ്ട്. എന്ന് വെച്ചാൽ എന്നെ ആൻ്റണി ചേട്ടൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ആൻ്റണി ചേട്ടൻ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് എന്തും പറയാം, വഴക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് മാറുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പം ഈ ഇരിക്കുന്ന ഞാനായിരിക്കില്ല,
ഇതേ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കില്ല ഇപ്പം പെട്ടെന്ന് ഒരു ഔദ്യോഗികമായ കാര്യങ്ങൾ വരുന്ന സമയത്ത് വരുന്നത്. അപ്പം നമ്മൾ സ്റ്റേജ് താരങ്ങൾ ആക്ടിങ് എന്ന് പറയും, പക്ഷേ ജീവിതത്തിൽ ആക്ടിങ് അല്ല അത് റിയൽ സംഭവിക്കുന്നതാണ്. അത് പരസ്പരം മനസ്സിലാക്കേണ്ട ഒരു ഗുണമാണ്. അല്ലാതെ ഞാനത് എന്നുള്ള രീതി ചിന്ത എനിക്കും ഇല്ല. ഞാൻ പറഞ്ഞാൽ ഇത് മുരളി വേറെ അർത്ഥത്തിലെടുക്കുമെന്നല്ലേ ഒരു അങ്ങനെയില്ല. അതുകൊണ്ട് സ്വന്തം അനിയനോട് പോലും അങ്ങനെ പറയുമോ സംശയമാണ്. ഏറ്റവും ഇളയത് ആന്റണി ചേട്ടനാണ് എങ്കിലും ഞാൻ പറയുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ബന്ധത്തിൻ്റെ ഒരു ആഴം എന്ന് പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിവിടെ വരുന്നവരെ ഞാൻ ഇങ്ങനെ ഒരു കൂട്ടുകെട്ടിൻ്റെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നതെന്ന് വരുന്നവരെ ചിന്തിച്ചിട്ടേ ഇല്ല. ഇത്രയും ഒരു അരമണിക്കൂർ നേരം നമ്മളിട്ട് സംസാരിച്ച് ഒരിക്കലും മറക്കാനാത്ത ഒരു നിമിഷങ്ങളാണ് ഇതെല്ലാം. നിങ്ങളുടെ വലിയൊരു ബന്ധത്തിൻ്റെ കൂടെ ഞാനും ഒപ്പം ചേർന്ന് എന്തായാലും ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ട കവി രാധാകൃഷ്ണ കുന്നംപുറം ഉണ്ട്, പ്രിയപ്പെട്ട മുരളിച്ചേട്ടൻ, ആൻ്റെ ചേട്ടനും ഫാമിലിയും, മുരളിച്ചേട്ടൻ്റെ വൈഫ് എല്ലാവരും ഉള്ള ഈ ഒരു ബന്ധത്തിൽ എന്നും ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, സ്നേഹം. അടുത്ത പ്രാവശ്യം കാണുമ്പോഴേ ഞങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാവും. ഒരു എപ്പിസോഡ് നമുക്ക് അന്നൂടെ എടുക്കാം മുരളിച്ചേട്ടൻ്റെ സാഹചര്യത്തിൽ. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ നാടക സമിതി ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു സഹോദരൻ തുല്യമായ കൂട്ടുകാരനാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാടകത്തിൽ അന്നത്തെ അങ്കമാലി പൂജയുടെ ചിന്നുക്കുട്ടിക്ക് അറസ്റ്റ് വാറണ്ടെന്ന് പറയുന്ന നാടകത്തിൽ പാട്ടെഴുതിയ ആളാണ് രാധാകൃഷ്ണൻ ചേട്ടൻ. എനിക്ക് ഈ അവസരത്തിൽ രാധാകൃഷ്ണൻ ചേട്ടനോട് രണ്ടുപേരി പാട്ട് പാടി നമ്മുടെ ഈ ഒരു സംഗതി അവസാനിപ്പിക്കണമെന്നൊരു ആഗ്രഹം. അന്ന് മോള് ഈ രാധാകൃഷ്ണൻ ചേട്ടൻ എഴുതിയ വരികൾക്ക് പാട്ട് പാടിയിട്ടുണ്ട്. അങ്കീത അതിൽ അഭിനയിച്ചത് ഞാനാണ്. അതെ, ഞാനും അഭിനയിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ആ പാട്ട് പാടി പറ്റുള്ളൂ. അവിടെ തങ്ങിയാണ് അന്ന് ക്യാമ്പിൽ കുറച്ച് ദിവസം തങ്ങുകയൊക്കെ ചെയ്തു. മുരളിയേട്ടനെ കാണാനായിട്ട് വന്നു. വലിയ സന്തോഷമുള്ള ദിവസമായിരുന്നു. ഞാൻ കൊച്ചായതുകൊണ്ട് അവിടെ വരികയും അങ്ങനെ നിൽക്കുന്ന ഒരു കാലമാണ്. കലയുടെയും കലാകാരന്മാരുടെയും സംഗമമായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഗുരുതുല്യനായിരുന്ന അനശ്വര ഗായകൻ KP ബ്രഹ്മാനന്ദൻ അദ്ദേഹം അന്തരിച്ചപ്പോൾ ഞാൻ എഴുതിയ ദേവരാഗം എന്നൊരു കവിത ഞാൻ ഇവിടെ ചൊല്ലുകയാണ്. ആന്റണി ചേട്ടനോടൊപ്പം ഇരിക്കുമ്പോൾ ഞാനിത് ചൊല്ലുന്നത് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള കലാപ്രവർത്തനങ്ങൾക്കുള്ള എൻ്റെ ഒരു പ്രാർത്ഥന കൂടിയാണ്. ഒരു കലാകാരൻ അയാളുടെ കലാപ്രവർത്തനങ്ങൾ കാലം കഴിയുമ്പോഴും അയാളില്ലാത്ത കാലത്തും ഈ പ്രപഞ്ചമുള്ള കാലം വരെ തുടരും എന്നാണ് ഞാൻ ഈ കവിതയിലൂടെ എഴുതിയത്. അത് ഇങ്ങനെ കലാപ്രവർത്തനം നടത്തുന്ന ഒരു പ്രിയപ്പെട്ട കലാകാരൻ്റെ മുമ്പിൽ ചൊല്ലുകയാണ്. ദേവരാഗം എന്നാണ് ഈ കവിതയുടെ പേര്. സ്മൃതികളിൽ പൂക്കുന്ന ഗാനമായി പിന്നെയും പ്രണയപ്രവാചകൻ പാടുന്നു രാവിതിൽ. കന്യാഹൃദയം ത്രസിപ്പിക്കുമോർമ്മകൾ ശയ്യാഗൃഹത്തിൻ തിരശീലമാറ്റവേ ചിത്രവർണ്ണങ്ങൾ മയിൽ പീലി നിർത്തുന്ന നക്ഷത്രമാർഗത്തിനപ്പുറം നിന്നവൻ. മൃത്യുവിൻ നീണ്ട വിരൽ തൊട്ട തന്ത്രിയെ തൊട്ടുണർത്തുന്നു വിശുദ്ധ സംഗീതമായി. ദേവതാത്മാക്കൾ തൻ സഞ്ചാരവീഥിയിൽ തെരച്ച വീണ്ടും നിലയ്ക്കുന്നു തെല്ലിട. ആകാശമൗനം വിതുമ്പുന്നു, ഗായകൻ പാട്ടായി മാറുന്നു ദേവപാദങ്ങളിൽ. നക്ഷത്രജാലങ്ങൾ താരാപഥങ്ങളിൽ നിദ്രാവിഹീനരായി മന്ത്രിച്ചു നിൽക്കവേ കന്നി നിലാവിൽ നീലാംബരീരാഗമായി കൺചിമ്മിയുണരുന്നു കാലവും സ്വപ്നവും. വാക്കുകൾക്കപ്പുറം വിടരുന്ന പൂക്കളിൽ 7 രാഗങ്ങളായി നിറയുന്നു കീർത്തനം. പവനം പിന്നെയും പൂക്കുന്നു ചിന്തയിൽ ആത്മഭാവങ്ങളും ദേവരാഗങ്ങളും. സ്മൃതികളിൽ പൂക്കുന്ന ഗാനമായെപ്പോഴും പ്രണയപ്രവാചകൻ പാടുന്നു ജീവനിൽ. കന്യാഹൃദയം ത്രസിപ്പിക്കുമോർമ്മകൾ ശയ്യാഗൃഹത്തിൻ തിരശീലമാറ്റവേ ചിത്രവർണ്ണങ്ങൾ മയിൽ പീലി നിർത്തുന്ന നക്ഷത്രമാർഗത്തിനപ്പുറം നിന്നവൻ. ചിത്രവർണ്ണങ്ങൾ മയിൽ പീലി നിർത്തുന്ന നക്ഷത്രമാർഗത്തിനപ്പുറം നിന്നവൻ. മൃത്യുവിൻ നീണ്ട വിരൽ തൊട്ട തന്ത്രിയെ, മൃത്യുവിൻ നീണ്ട വിരൽ തൊട്ട തന്ത്രിയെ തൊട്ടുണർത്തുന്നു വിശുദ്ധ സംഗീതമായി. തൊട്ടുണർത്തുന്നു വിശുദ്ധ സംഗീതമായി. താങ്ക് യു.